ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ പ്രിയരെ, യേശു ക്രൂശിൽ കിടന്നു മൊഴിഞ്ഞ 5-ാമത്തെ മൊഴി ധ്യാനത്തിലേക്കാണ് നാം പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്നത്. എനിക്ക് ദാഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വാക്യം. എനിക്ക് ദാഹിക്കുന്നു. ഐ തേസ്റ്റ്. എനിക്ക് ദാഹിക്കുന്നു എന്ന് നിലവിളിക്കുന്ന യേശു ആരാണ്? സകല വെള്ളത്തെയും സൃഷ്ടിച്ചവൻ, അവൻ മുഖാന്തരം സകലവും ഉളവായി എന്ന് പറഞ്ഞവൻ, ശമരിയ സ്ത്രീക്ക് വറ്റാത്ത ഉറവ തുറന്നു കൊടുത്തവൻ, സമുദ്രത്തെ തൻ്റെ കാൽ കീഴാക്കി നടന്നവൻ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞവൻ. ഈ യേശുവാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് സ്വന്തം ആവശ്യം പരാമർശിച്ച് പറഞ്ഞ ഏക മൊഴി. യെരുശലേം ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവരെയും ദാഹശമനത്തിന് തൻ്റെ അടുത്തേക്ക് ആഹ്വാനം ചെയ്ത കർത്താവ് ക്രൂശിൽ കിടന്ന് ദാഹജലത്തിനായി കേഴുന്നു. ലോകത്തെ ധന്യമാക്കാൻ വന്നവൻ സ്വന്തം ആവശ്യങ്ങൾക്കായി മനുഷ്യനോട് അപേക്ഷിക്കുന്നു. ഇന്നും ഈ കർത്താവ് നമ്മെ സമീപിക്കുന്നു. മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നവന് അവരുടെ വേദനകൾ മറക്കുവാൻ വേണ്ടി കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിപ്പിക്കുവാനുള്ള പതിവ് യഹൂദിയയിൽ ഉണ്ടായിരുന്നു. ക്രൂശിനരികെ ഉണ്ടായിരുന്ന പടയാളികൾക്ക് യേശുവിൻ്റെ ദാഹം എത്ര കഠിനമെന്നറിയാമായിരുന്നതുകൊണ്ട് കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. യേശു തൻ്റെ ശരീരത്തിൽ മനുഷ്യവർഗത്തിൻ്റെ കഷ്ടപ്പാടുകൾ മുഴുവൻ അബോധാവസ്ഥയിലല്ല, പൂർണ്ണ ബോധവാനായിട്ട് തന്നെ വഹിക്കേണ്ടിയിരുന്നതുകൊണ്ട് അവൻ അത് കുടിക്കുവാൻ വിസമ്മതിച്ചു. മനുഷ്യൻ എന്തിനെയെങ്കിലും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രതിഭാസത്തെ ദാഹം എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കാം. ഇന്നത്തെ തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനു വേണ്ടി ദാഹിക്കുന്നു. അവിഹിത ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹം, പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി ദാഹിക്കുന്നു, സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നു, അംഗീകാരത്തിനും പ്രശംസയ്ക്കും വേണ്ടി ദാഹിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ദാഹം പാപത്തിൻ്റെ ഫലമായ നരകത്തിലേക്ക് പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ്. നാം ദൈവമക്കളായി തീരാനുള്ള ദാഹം, സൽപ്രവർത്തികൾ ചെയ്യാനുള്ള ദാഹം, നാം എല്ലാവരും സ്വർഗരാജ്യത്തിലേക്ക് എത്തുവാനുള്ള ക്രിസ്തുവിൻ്റെ ദാഹം. മനുഷ്യൻ ഇന്ന് ഈ ലോകത്തിലെ വ്യർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, വ്യർത്ഥമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ദാഹിച്ച് നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ദാഹിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതം നേടുവാനുള്ള ദാഹമാണ്. നാം രക്ഷപ്പെടുവാനുള്ള ദാഹമാണ്. നാം അനുഗ്രഹിക്കപ്പെടുവാനുള്ള ദാഹമാണ്. നാം വിശുദ്ധരായി ജീവിക്കുവാനുള്ള ദാഹമാണ്. ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ഒന്ന്, യേശുവിന് ദൈവത്തോട് അടുക്കുവാനുള്ള ദാഹം. 2, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യർക്ക് വേണ്ടിയുള്ള ദാഹം. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യർ തിരിച്ചു വരുവാനുള്ള ദാഹം. സ്പർദ്ധയും വിദ്വേഷവുമില്ലാത്ത നവ സമൂഹത്തിന് വേണ്ടി യേശു ദാഹിക്കുകയാണ്. ഈ ദാഹം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മരണശയ്യയിലും എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നും ഞാനും നിങ്ങളും ഈ കർത്താവിന് കയ്പ് കലർത്തിയ കാടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാപമെന്ന കാടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദാഹത്തിന് കയ്പ് കാടി കൊടുത്താൽ മതിയാകുമോ? ഞാനും നിങ്ങളും വിശുദ്ധിയുള്ള ജീവിതം എന്ന ദാഹജലം നൽകി കർത്താവിൻ്റെ ദാഹം അകറ്റുവാൻ ഞാനും നിങ്ങളും ശക്തരായി മാറണം. മൂന്നാമതായി നാം ചിന്തിക്കുമ്പോൾ ശാരീരിക ദാഹത്താലുള്ള നിലവിളിയാണ്. പലപ്പോഴും നമുക്കൊക്കെ മുറിവുകൾ ഉണ്ടാകുമ്പോൾ, വീഴ്ച ഉണ്ടാകുമ്പോൾ ആദ്യമുണ്ടാകുന്ന ഒന്നാണ് ദാഹം. നമ്മൾ വെള്ളം കൊടുക്കാറുണ്ട്. ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെടുമ്പോൾ, വീണ് കിടക്കുമ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്നത് ദാഹജലമാണ്. മനുഷ്യ ശരീരത്തിൽ 70% അധികവും രക്തത്തിൽ 90% ജലമാണ്. ഈ ജലത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് ദാഹമുണ്ടാകുന്നു. ആഹാരമില്ലാതെ നമുക്ക് ദീർഘകാലം ജീവിക്കാൻ കഴിയും. പക്ഷെ വെള്ളമില്ലാതെ അധിക സമയവും നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. വിശപ്പ് വേദനയാണ്, ദാഹം അതിവേദനയാണ്. ഹംഗറി, പെയിൻഫുൾ,
തേഴ്സ്റ്റ് ഈസ് മോർ പെയിൻഫുൾ. ദാഹം ദഹിപ്പിക്കുന്ന ഒരു അഗ്നിയാണ്. പെസഹ രാത്രിയിലാണ് യേശു അല്പമെങ്കിലും വീഞ്ഞു കുടിച്ചത്. പിന്നെ ഗെത്സമന തോട്ടത്തിൽ പ്രാണവേദനയോടെ തൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി ഒഴുക്കിക്കൊണ്ടുള്ള പ്രാർത്ഥന. രാത്രി മുഴുവനും വിചാരണയും തടവും, തലയിൽ മുൾക്കിരീടവും, ചാട്ടവാറുകൾ കൊണ്ടുള്ള ശക്തമായ അടികൾ, ഭാരമേറിയ ക്രൂശ്, പിന്നെ ഭാരം ചുമന്നുള്ള യാത്ര, കഠിനമായ വേനൽ ചൂട്, ഇതെല്ലാം ശരീരത്തിൽ നിന്നും ധാരാളം രക്തം വാർന്നൊഴുകിപ്പോകാനും വെള്ളം നഷ്ടപ്പെടാനും കാരണമായി. അധികമായി അധ്വാനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും വെള്ളം ധാരാളമായി വിയർത്തൊഴുകി പോവുകയാണ്. പിന്നെ നമുക്ക് ദാഹം ഉണ്ടാവുകയാണ്. മരുഭൂമിയിൽ ഹാഗറിനും കുഞ്ഞിനും ഉണ്ടാകുന്നത് ദാഹമാണ്. ഭക്ഷണത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹം. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉച്ചരിച്ച ഒരേ ഒരു മൊഴി. ശമരിയക്കാരി സ്ത്രീക്ക് യേശു ദാഹജലം നൽകുകയാണ്. ആ ജലം എന്താണ്? ഒരിക്കലും ദാഹിക്കാത്ത നിത്യജീവനിലേക്കുള്ള ജലമാണ് യേശു ശമരിയ സ്ത്രീക്ക് നൽകുന്നത്. ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവൻ നിത്യതയോളം അത് പൊങ്ങി വരുന്ന ജീവൻ്റെ ഉറവായി മാറുകയും അവനൊരിക്കലും ദാഹിക്കുകയില്ല എന്നും യേശു കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടിയുള്ളൊരു ദാഹം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. ഭൗതികമായ ദാഹം ശമിപ്പിക്കുവാൻ നാം പല വഴികൾ കണ്ടെത്തുമ്പോൾ ക്രിസ്തുവിന് വേണ്ടിയുള്ള ആത്മീക ദാഹം ഞാനും നിങ്ങളും ശമിപ്പിക്കണം. രണ്ടാമതായി, ദാഹമുണ്ടായ യേശുവിന് കൊടുത്തത് കയ്പ് കാടിയാണ്. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിന് കുടിക്കാൻ പുളിച്ച വീഞ്ഞു കൊടുത്തു. അറേബ്യൻ രാജ്യങ്ങളിൽ, അറേബ്യൻ പ്രദേശങ്ങളിൽ വീഞ്ഞും പച്ചവെള്ളവും ഈസോപ്പ് ചെടിയും കലർത്തി ഉണ്ടാക്കിയ പാനീയത്തെ പോസ്ക എന്നാണ് പറയുന്നത്. സാധാരണ പട്ടാളക്കാരനും തൊഴിലാളികളും ഉഷ്ണകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ശീതള പാനീയമാണ്. നമുക്ക് വേണ്ടി ദാഹിക്കുന്ന ദൈവത്തിന് ഞാനും നിങ്ങളും കയ്പ് കാടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജഡമോഹങ്ങളിൽപ്പെട്ട്, മായാമോഹങ്ങളിൽപ്പെട്ട് നാം ദൈവമക്കളല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പാപമെന്ന കയ്പ് കാടി ഞാനും നിങ്ങളും കർത്താവിനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപം എന്ന കയ്പ് കാടി കൊടുക്കുകയല്ല, ഒന്ന് ദൈവ പൈതലായി മാറുവാനുള്ള ദാഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ദാഹം നമുക്കുണ്ടാകണം. ദൈവം കാട്ടിത്തരുന്ന വഴികളിലൂടെ യാത്ര ചെയ്യുവാനുള്ള ദാഹം നമുക്കുണ്ടാകണം. ദൈവവേല ചെയ്യാനുള്ള ദാഹം നമുക്കുണ്ടാകണം. ആരും നശിച്ചു പോകരുത് എന്നുള്ള ദാഹമാണ് കർത്താവിനുള്ളത്. എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ദാഹമാണ് യേശുവിനുള്ളത്. പാപമെന്ന കയ്പ് കാടി കുടിക്കുന്നവന് ശിക്ഷയെന്ന് പറയുന്നത് മരണമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. വചനത്താലും പരിശുദ്ധാത്മാവിനാലും അവൻ നമ്മെ എന്നേക്കും ദാഹരഹിതരായി തീർക്കുന്നു. അപ്പോൾ വചനം നുകരുവാനുള്ള ദാഹമുണ്ടാകണം, പരിശുദ്ധാത്മാവിൽ നിറയുവാനുള്ള ദാഹമുണ്ടാകണം. ഒരു രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി തീരുവാനുള്ള ദാഹം നമുക്കുണ്ടാകണം. മൂന്നാമതായി നാം ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ ദാഹം നമ്മുടെ ജീവിതത്തിൽ. ക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മുടെ ആത്മാവിന് വേണ്ടി ദാഹിക്കാതിരുന്നുവെങ്കിൽ, കഷ്ടം അനുഭവിക്കാതിരുന്നുവെങ്കിൽ നാം നിത്യനാശത്തിലേക്ക് തള്ളപ്പെടുമായിരുന്നു. ധനവാനെ പോലെ നിത്യാഗ്നിയിൽ ചെന്ന് ദാഹജലത്തിനായി നിലവിളിക്കുന്ന അനുഭവം ഉണ്ടാകുമായിരുന്നു. നമ്മെ പാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, പിശാചിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിക്കുവാൻ യേശു ദാഹമുള്ളവനായി ക്രൂശിൽ നിലവിളിച്ചു. പാവപ്പെട്ടവർക്കും, അഗതികൾക്കും, തള്ളപ്പെട്ടവർക്കും, വിധവമാർക്കും, രോഗികൾക്കും, പീഡിതർക്കും മോചനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ദാഹം, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ദാഹം. ഈ വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം, അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച കർത്താവ് ഈ കേവലം ബലഹീനനായ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദാഹിക്കുകയാണ്. ഒരു യോഗ്യതയുമില്ലാത്ത എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദാഹിക്കുകയാണ്. മനുഷ്യൻ എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് തള്ളുന്ന സ്ഥാനത്ത്, അവൻ നശിച്ചു പോകട്ടെ, അവൻ തകർന്നു പോകട്ടെ ചിന്തിക്കുന്ന സ്ഥാനത്ത്, കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ദൈവിക ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു ദാഹമുണ്ടോ? നശിച്ചു പോകുന്ന തലമുറയെക്കുറിച്ച് നമുക്ക് ദാഹമുണ്ടോ? അങ്ങനെ ദാഹമുണ്ടെങ്കിൽ നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി നിങ്ങൾ കരയേണ്ട, നിങ്ങളെ മക്കളെ ഓർത്ത് കരയുവിൻ, അവർക്ക് വേണ്ടി ദാഹിക്കുവിൻ.
അവർക്കാണിപ്പോൾ ദാഹജലം ആവശ്യമായിരിക്കുന്നത്. ആത്മാവിൻ്റെ പാനീയം ആവശ്യമായിരിക്കുന്നത് മക്കൾക്കാണ്. അവർക്ക് വേണ്ടി ദാഹിക്കുവിൻ, പ്രാർത്ഥിക്കുവിൻ. അവർ നഷ്ടപ്പെടരുത്. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടരുതെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെയും ദാഹം അതുപോലെ ആയിരിക്കണം. നാശത്തിലേക്ക് പോകാൻ ദാഹിക്കുന്നവർ ഏറെയുണ്ട്. ക്രിസ്തുവെന്ന മെച്ചമായ ആത്മീയ ആഹാരം ഭക്ഷിക്കുവാനുള്ള ദാഹം എത്ര പേർക്കുണ്ട്? സ്വന്തം ഹൃദയ കവാടങ്ങളെ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുവാനുള്ള ദാഹം എത്ര പേർക്കുണ്ട്? ക്രിസ്തുവിനെ പ്രതിയുള്ള ദാഹങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിന് വേണ്ടിയുള്ള ദാഹം നമുക്ക് വർദ്ധിക്കണം. നമ്മുടെ അരിമനാഥനായ കർത്താവിന് നമുക്ക് വേണ്ടി ദാഹം എത്രമാത്രമുണ്ടോ അതിനിരട്ടിയായി നമ്മുടെ ദാഹം വർദ്ധിക്കണം. ഇത് കർത്താവിന് ശാരീരികമായിട്ടുള്ള ദാഹം മാത്രമല്ല, എൻ്റെയും നിങ്ങളെയും കുറിച്ചുള്ള ദാഹമാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യർക്ക് വേണ്ടിയുള്ള ദാഹം, സ്പർദ്ധയും വിദ്വേഷവും ഇല്ലാത്ത സമൂഹത്തിന് വേണ്ടിയുള്ള ദാഹം. നമുക്ക് വേണ്ടത് ഭൗതികമായ ദാഹമല്ല പ്രിയമുള്ളവരെ, ഭൗതികമായ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമുള്ള ദാഹമല്ല, ഭൗതിക നന്മകൾക്ക് വേണ്ടി മാത്രമുള്ള ദാഹമല്ല, ഇന്ന് നമുക്കൊരുപാട് വാരിക്കൂട്ടണമെന്നുള്ള ദാഹം അല്ല, ഈ അഴിഞ്ഞു പോകുന്ന സകലതും നേടണമെന്ന ദാഹമല്ല. ക്രിസ്തുവിനെ നേടുവാനുള്ളൊരു ദാഹം നമുക്കുണ്ടാകണം. ആ ഒരു വാഞ്ച നമുക്കുണ്ടാകണം. അത് നമുക്ക് പ്രാർത്ഥനയോടെ നേടിയെടുക്കാമോ? ക്രിസ്തുവിൻ്റെ ദാഹം അകറ്റുന്ന സാക്ഷ്യമുള്ള നല്ല ദൈവജനമായി നമുക്ക് മാറാം. പരിശുദ്ധാത്മാവ് ഈ വചനത്താൽ നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നമുക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ദൈവം, ബലഹീനനായി നമുക്ക് വേണ്ടി ദാഹിക്കുകയാണ്. കർത്താവേ, അങ്ങനെക്ക് വേണ്ടി ദാഹിക്കുന്നു, എൻ്റെ ജീവിതത്തിന് വേണ്ടി ദാഹിക്കുന്നു. ഞാനും അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. അപ്പ, ഞങ്ങളെ തന്നെ പൂർണ്ണമായ അപ്പൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു, താഴ്ത്തിയേൽപ്പിക്കുന്നു. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം ദൈവമുള്ള പിതാവേ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.